ഹായ് വോസ് വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിലെ മന്നിവക്കം എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. ജസ്റ്റ് ഇതൊരു ഡോർ കൊടുത്ത് തന്നെ കവർ ചെയ്ത് നമ്മളുള്ളിൽ ഒരു പാർട്ടീഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ജസ്റ്റ് ഔട്ടർ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എത്രമാത്രം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇത് അത്രയും ഭാരം താങ്ങുമോ എന്നുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 4x6.5 വരുന്ന ഹൈറ്റിൽ വരുന്ന ഒരു വാർഡ്രോപ്പിൻ്റെ ഔട്ടർ മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡിഫറെൻറ്റ് കളറിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ലോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹായ് വോസ് വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിലെ മന്നിവക്കം എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂംസ് ഉണ്ട്, അതല്ലാതെ TV യൂണിറ്റിൻ്റെ ബോക്സ് ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വർക്കുകളുടെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പോവാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്നെ ഫോളോ ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് പോകാം. വരും. ഇപ്പോൾ നമ്മൾ ഈ വീടിൽ ഹാളിലാണുള്ളത്. ഈ ഹാളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ബോക്സാണ്. ഇവിടെ ഒരു ബോക്സ് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് അലുമിനിയത്തിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്ത് HPL ഷീറ്റിൽ വർക്ക് ചെയ്തെടുത്ത ഒരു യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 3 ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം. ഇതിലെ സെൻറ്റർ ഡോറിൽ നമ്മൾ ഗ്ലാസ് ആണ് അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റിമോട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളതങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നിൽ അവർക്ക് പാനലിംഗ് വർക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവർ കംപ്ലീറ്റ് ആയിട്ടും ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈൽസ് തന്നെ മതി, എനിക്കൊരു ബോക്സ് മാത്രം മതി എന്നാണ് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുപ്രകാരം നമ്മൾ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കിച്ചണാണ്. ഒരു ചെറിയ കിച്ചണിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അവർക്ക് ഓൾറെഡി ഇതുപോലെ ബാസ്ക്കറ്റ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം ഈ കവറിങ് മാത്രമേ ഉള്ളൂ. ഔട്ടർ മാത്രം നമ്മൾ കവർ ചെയ്ത് വളരെ ലുക്ക് വൈസ് വളരെ നീറ്റാക്കി നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ നിന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇതൊരു ഡോർ കൊടുത്ത് തന്നെ കവർ ചെയ്ത് നമ്മളുള്ളിൽ ഒരു പാർട്ടീഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ജസ്റ്റ് ഔട്ടർ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. അകത്ത് അവർ കടപ്പക്കല്ല് യൂസ് ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ സിലിണ്ടർ ഏരിയ ആണ്. സിലിണ്ടർ ഏരിയ അവിടെ നമ്മളൊരു വലിയ ഡോറിനെ കൊടുത്തിട്ട് ഒരു എയർ വിൻഡോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സിങ്ക് ഏരിയയും അതുപോലെ തന്നെ ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് മാത്രമാണ് ഈ താഴെ ബോട്ടം ഏരിയയിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ക്ലയൻറ്റിന് ഇതുപോലുള്ള ഡ്രോവേഴ്സും അല്ലെങ്കിൽ ടാൻഡം ട്രോളീസൊന്നും വേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലയൻറ്റ് എന്താണ് ആവശ്യപ്പെട്ടത് അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ നോക്കുകയാണെങ്കിൽ ഒരു വാൾ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാൾ ബോക്സിന് താഴെയായിട്ട് ഒരു സ്പേസ് റാക്കും നമ്മൾ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വാൾ ബോക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഷിഫ്റ്റായി ക്ലയൻറ്റ്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എത്രമാത്രം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇത് അത്രയും ഭാരം താങ്ങുമോ എന്നുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി ഇത്രയും സാധനങ്ങൾ ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഭാരം താങ്ങുമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഡൗട്ട് തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിൽ. അതിൽ നമ്മൾ ഗ്ലാസ് ആണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടിൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ വന്നിട്ട് ഒരു സ്പേസ് റാക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ വെക്കാനായിട്ട്. ഈ ഒരു ചെറിയ കിച്ചണിൽ ഇതല്ലാതെ നമ്മളൊരു ലോഫ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അതൊരു ഡിഫറെൻറ്റ് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഹൈറ്റ് 3 വരും. ഹൈറ്റ് 3-ലൊരു 8 ഫീറ്റോളം വരുന്ന ഒരു ലോഫ്റ്റാണ്. വിത്ത് ഒരു 8 ഫീറ്റോളം വരുന്ന ലോഫ്റ്റാണ് നമ്മളിവിടെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു എയർ വിൻഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കിച്ചണൊക്കെ വെച്ചിട്ട് വളരെ ഡൗട്ടായിട്ടിരിക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക, വളരെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ രീതിയിലുള്ള വർക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വളരെ എനിക്ക് വല്ലാതെ ഫണ്ടില്ല, ഈ ചെറിയൊരു ഫണ്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടതില്ല. ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്താൽ ലുക്ക് ലൈക്ക് കാണാൻ വളരെ നീറ്റായിരിക്കും. നമ്മൾ കയ്യിൽ ഒതുങ്ങിയ ഒരു ഫണ്ടിൽ നമുക്ക് വൃത്തിയായിട്ട് ഇത് ചെയ്യാനും പറ്റും. സോ ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം. വരും.
ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണുള്ളത്. ബെഡ്റൂമിൽ നമ്മൾ ചെയ്തത് ഒരു 4x6 6.5 വരുന്ന ഹൈറ്റിൽ വരുന്ന ഒരു വാർഡ്രോബിൻ്റെ ഔട്ടർ മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് അവർ ഇതുപോലെ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കടപ്പക്കല്ല് ഉപയോഗിച്ചിട്ട് അവർ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പകരമായിട്ട് ഇതുപോലെ ഔട്ടർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം. ഇതും നമ്മൾ അലുമിനിയത്തിൽ HPL ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ട്യൂബ് ഹാൻഡിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് പാർട്ടീഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിലിനിപ്പോൾ ഡ്രോവറും മറ്റും അല്ലെങ്കിൽ ലോക്കർ സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ കുറച്ച് പോസിബിൾ അല്ല. കാരണം ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ മിനിമലായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ ആലോചിക്കുന്നവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കത് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിരിക്കും. അതുമാത്രം ഞാൻ പറയണം. ഓക്കെ, സോ ഒരു വാർഡ്രോബ് പ്ലസ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഫ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റും ഒരു ഡിഫറെൻറ്റ് കളറിൽ, പിന്നെ നേരെ ഓപ്പോസിറ്റ് കളറായിട്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് കളറിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളുള്ളത് ബെഡ്റൂം 2ലാണ്. ഇവിടെയും നമ്മൾ സെയിം നമ്മളവിടെ കണ്ട അതേപോലെ തന്നെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. HPL ഷീറ്റാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ട്യൂബ് ഹാൻഡിലാണ് നമ്മളിവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അവർ ഓൾറെഡി അകത്ത് ഇതുപോലെ കല്ലിട്ടിട്ടുണ്ട്, കടപ്പക്കല്ല് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഔട്ടർ മാത്രം ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ അവിടെ നമ്മൾ ഒരു ലോഫ്റ്റും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് കളറിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ലോഫ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ മിനിമലായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ എങ്ങനെ നമുക്കൊരു വീടിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യാമെന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് അറിയാം, വളരെ നോർമലായിട്ടുള്ളൊരു കിച്ചണാണ്. ആ നോർമലായിട്ടുള്ള കിച്ചൺ നമ്മൾ അതിനെ കംപ്ലീറ്റും കവർ ചെയ്ത് കൊടുത്ത് ഒരു ബോക്സ് കൊടുത്ത് മേലെ ലോഫ്റ്റും കവർ ചെയ്തപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളവിടെ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ 2 ബെഡ്റൂമിലും ഇതുപോലെ നമ്മൾ കംപ്ലീറ്റും കവർ ചെയ്ത് കൊടുത്തു. എല്ലാം അലുമിനിയത്തിൽ ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും മിനിമലായിട്ടുള്ള ബഡ്ജറ്റിലും അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ട് വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോൾ നമ്മൾ വുഡിലൊക്കെ ചെയ്യണമെങ്കിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരില്ല. അത് 100% ഉറപ്പാണ്. അതുമാത്രമല്ല നമ്മൾ 15 years വാറൻറ്റിയും തരുന്നുണ്ട്. ഇതിൽ വരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ വെള്ളം നനയുമ്പോഴുള്ള പ്രശ്നമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡസ്റ്റ് വരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലോ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അലുമിനിയത്തിൽ ലൈഫ് ലോങ് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ A1 Interiors കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. അവരെ വിളിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ വേറൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.